ഹോപ്പ് എന്ന വാക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് അല്ലെ. നമ്മുടെയൊക്കെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു മനോഹരമായ സിനിമയുണ്ട്. ആദ്യകാലത്ത് ഇതൊരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നെങ്കിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ അറിയപ്പെടുന്ന ദി ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന സിനിമയെ പറ്റിയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ആയിരത്തി 1994 ഫ്രാങ്ക് ഡാരാബോണ്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഡ്രാമ ചലച്ചിത്രമാണ് ദി ഷോഷാങ്ക് റിഡംപ്ഷൻ. സ്റ്റീഫൻ കിങ്ങിന്റെ റീത്ത ഹേബർട്ട് ആൻഡ് ദി ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ടിം റോബിൻസും മോർഗൻ ഫ്രീമാനുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡി ഡെഫർസൺ എന്നൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്റെ ഭാര്യയെയും അവളുടെ കാമുകനെയും കൊന്നെന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ ഷോഷാങ്ക് പ്രിസണിൽ എത്തപ്പെടുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം നിരപരാധിയാണ്. അവിടെ വെച്ച് അയാൾ റെഡ് എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് പൂർണ്ണമായ ഉദാഹരണമാണ് റെഡ് എന്ന കഥാപാത്രം. സകല പ്രതീക്ഷകളും അസ്തമിച്ച് ഒരു പ്രകാശത്തിനായി കാത്തിരിക്കുന്ന നിസ്സഹായനായ ഒരു വ്യക്തി. എന്നാൽ ആന്റിയുടെ വരവോടുകൂടി അദ്ദേഹത്തിൽ വീണ്ടും പ്രകാശം ഉണരുകയാണ്. ഒരു ജയിൽ ശിക്ഷയെ മനോഹരമായ ഒരു അനുഭവമാക്കി ആന്റി മാറ്റിയെടുക്കുകയാണ്. അവൻ പലരിലും വിശ്വാസം, പഠനം തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടെടുക്കാൻ സഹായിച്ചു. ആന്റി എന്ന കഥാപാത്രത്തിന്റെ കഠിനാധ്വാനവും നിശബ്ദ വിപ്ലവവുമാണ് സിനിമയെ ശക്തിയുള്ളതാക്കുന്നത്. പിന്നീട് ആന്റിയും റെഡും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയും ജയിലിന് പുറത്ത് ഇവർ ഒരുമിക്കുന്ന മനോഹര കാഴ്ചയോടും കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കേവലം ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്നതിലുപരി മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. ഫീൽ ഗുഡ് സിനിമകളുടെയൊക്കെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് ദി ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന് പറയുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്ന ടിം റോബിൻസും മോർഗൻ ഫ്രീമാനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന ആളുകളിലേക്ക് പ്രതീക്ഷയുടെ പുതിയൊരു വാതിൽ തുറക്കാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഫീൽ ഗുഡ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഈ ഒരു സിനിമയുടെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് ദി ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന് പറയുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിന്റെ അപ്ലോഡിംഗ് ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ വീക്ക്ലിയും ഓരോ ഫിലിം റിവ്യൂസ് വെച്ച് അപ്ലോഡ് ചെയ്യും. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തേഴ്സ്ഡേ ആണ്. സോ അതിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അപ്ലോഡിംഗ് ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം നമ്മുടെ എബൌട്ട് സെക്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. Until then, it's me Jaswin from Secret Book, signing off.